എന്തുപറ്റി? ഓ ഇതാണോ? അതൊന്നും ചെയ്യില്ല. ഇയാളൊന്ന് പേടിക്കാതിരിക്കെ. എന്താ അനങ്ങല്ലേ? അതിനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇയാള് ഫ്രീ ആയിട്ടോ. നിങ്ങൾ ആരാ? നിങ്ങൾ എന്താ ഇവിടെ? എന്റെ പേര് സ്വപ്ന, ബൊട്ടാനിക്കൽ സ്റ്റുഡന്റ് ആണ്. ബോട്ടണി റിസർച്ചിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ഇവിടെ അടുത്ത ആന്റി താമസിക്കുന്നത്, അവിടെ കൂടെ ഞാനും. ഓ നിങ്ങൾ ഇവിടെ തന്നെയാണോ? 10th കഴിഞ്ഞ ഉടനെ എനിക്ക് ഫ്രീ സീറ്റ് കിട്ടിയതുകൊണ്ട് ഇന്റർ കോഴ്സ് ഞാൻ ഹൈദരാബാദിലാണ് ചെയ്തത്. ഇപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ഇവിടെ കണ്ടിട്ടേ ഇല്ലല്ലോ. അത് ബൈ ദ വേ ഐ എം സൂര്യ. ഹായ്. നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഞാൻ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. ഓ ഞാനൊരു ചെറിയ ഡൗട്ട് വെച്ചോട്ടെ? ചോദിക്കേ. ശരിക്കും പ്രേതമൊക്കെ ഉള്ളതാണോ? പ്രേതം ഉണ്ടോന്ന് ഞാനും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ആ ടോപ്പിക് ഇപ്പൊ സംസാരിക്കണ്ട, എനിക്ക് നല്ല പേടിയാ. അത് ശരി. നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടിയൊക്കെ ഇപ്പൊ കിട്ടിയോ? ഇവിടുന്ന് കുറച്ച് വെറൈറ്റീസേ കിട്ടിയിട്ടുള്ളൂ. കുറച്ചും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനിപ്പോ ലൈബ്രറിയിലേക്കാ പോകുന്നത്. അവിടെ പലതരത്തിലുള്ള ചെടികളുണ്ട്. ഞാൻ വൈകുന്നേരം 7 മണിക്ക് തിരിച്ചു വരുമ്പോ വീട്ടിലൂടെ ചെടികൾ കൊണ്ടുവരാം. റിയലി? താങ്ക് യു. ആ ചെടികൾ കൊണ്ടുവരുമ്പോ അതിന്റെ കൂടെ വെട്ടിലിനെ കൊണ്ടുവരട്ടെ? എന്താ സൂര്യ ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കുന്നത്? ഹായ്. ഹായ്. ഓ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇയാൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. വെൽക്കം. വാവ്, സൂപ്പർ സൂപ്പർ. ആന്റി, ഇത് സൂര്യ. ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ ഗാർഡനിൽ വെച്ച് കണ്ടത്. സൂര്യ, ഇതാണ് എന്റെ ആന്റി സുധാറാണി. ഹലോ. ഹായ് ആന്റി. ഇത് ആന്റിയുടെ മോള്. വണ്ടർഫുൾ, ഫാന്റാസ്റ്റിക്. മോള് വളരെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ. ഭയങ്കര കുസൃതി കേട്ടോ. മോളെ, ചേട്ടനോട് ഹായ്. ഹായ് ചേട്ടാ. ഹായ്. ചേട്ടനല്ലേ ആ പ്രേതത്തെ കുറിച്ചൊക്കെ എഴുതുന്ന ആള്? അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ഇവളോട് പറഞ്ഞു. ഞങ്ങളിടയിൽ ഒരു സീക്രറ്റ്സും ഇല്ല. എന്തുണ്ടെങ്കിലും അങ്ങ് തുറന്നു പറഞ്ഞേക്കും. ചേട്ടാ, ചേട്ടയുടെ നാക്കം കൊണ്ട് മൂക്കൊന്ന് തൊട്ടേ. അതെന്തിനാ? അവൾക്കൊണ്ടല്ലോ പന്തയം വെക്കുന്ന വലിയ ഇഷ്ടമാണ്. പുതിയതായിട്ട് ആരെങ്കിലും ഇവിടെ വന്നാ പന്തയം വെക്കാൻ വിളിക്കൂ. കുഴപ്പമില്ല ആന്റി, നീ പറ. ചേട്ടന്റെ നാക്കം കൊണ്ട് മൂക്ക് തൊട്ടാലേ ചേട്ടൻ വിചാരിച്ച കാര്യമൊക്കെ നടക്കും. ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് കാണിച്ചേ. ഓ അങ്ങനെയാണോ? അപ്പൊ നാക്കോട്ട് മൂക്ക് തൊട്ടാ സ്വപ്നം കിട്ടൂ? അയ്യോ, ചേട്ടനെ കൊണ്ട് പറ്റിയില്ലല്ലോ. എനിക്ക് മാത്രമല്ല, ആരെ കൊണ്ടും തൊടാൻ പറ്റില്ല. ആരെ കൊണ്ടും തൊടാൻ പറ്റില്ലെന്ന് പറയല്ലേ, എന്നെ കൊണ്ട് പറ്റും. എടി, നിന്റെ പന്തയം വെപ്പൊന്ന് നിർത്തുന്നുണ്ടോ? വേഗം പോയി ചേട്ടന് ഗ്രേപ്പ് ജ്യൂസ് കൊടുക്കും. ഈയിടെയായിട്ട് കുസൃതി കുറച്ച് കൂടുക. പിള്ളേര് പിന്നെ കുസൃതി കാണിക്കാതെ ഹരേ രാമ ഹരേകൃഷ്ണ പറഞ്ഞോണ്ടിരിക്കോ? എന്താ ഇത്? ബ്ലഡ് പോലെ ഉണ്ടല്ലോ. ഇതെന്താ, വിരലിന് വല്ലതും പറ്റിയോ? ബ്ലഡ് കാണുന്നുണ്ടല്ലോ. ഇത് ബ്ലഡ് അല്ല ചേട്ടാ, ഗ്രേപ്പ് ജ്യൂസ് ആണ്. കാണാൻ ബ്ലഡ് പോലെ ഉണ്ട്, പക്ഷെ ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറയുന്നത്. എന്ത് പറ്റി? ഗ്രേപ്പ് ജ്യൂസ് കണ്ടിട്ട് ബ്ലഡിന്റെ കളർ പോലെ തോന്നുന്നുണ്ടോ? പ്യുവർ ഗ്രേപ്പ് ജ്യൂസ് ആയത്. എടുത്ത് കുടിക്കേ. മോളെ, നീ തന്നെ കുടിച്ചാ മതി. ഇന്നാ എടുത്ത് കുടിക്കേ. സോറി കേട്ടോ, എനിക്കിന്ന് വ്രതമാ, അതുകൊണ്ട് എനിക്ക് വേണ്ട. മോള് ഡാൻസ് ചെയ്ത് ടയർഡ് ആയിട്ടിരിക്കല്ലേ, മോള് തന്നെ കുടിച്ചോ. കുഴപ്പമില്ല, കുടിച്ചോ മോളെ. അയ്യോ, ജ്യൂസ് താഴേക്ക് വീണു. ഞാൻ തുടയ്ക്കാൻ തുണി എടുത്തിട്ട് വരാവേ. അതെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. മോളോട് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. ശരിയല്ല, സൂക്ഷിച്ചു വേണം. ബൈ. ഇനിയും പറഞ്ഞ അവൾക്ക് എന്തെങ്കിലും തോന്നൂ. സ്വപ്ന, എന്തു പറ്റി? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് നാളായിട്ട് നിന്റെ മുഖത്ത് നല്ല മാറ്റം കാണുന്നുണ്ടല്ലോ. എന്താ നിനക്ക് പറ്റിയേ? നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അന്ന് പറഞ്ഞല്ലോ, അനിയത്തിയെ കല്യാണം കഴിപ്പിച്ചു വിടണം, നല്ല ജോലി ചെയ്ത് സമ്പാദിക്കണം എന്നൊക്കെ. അതിനിടയ്ക്ക് കല്യാണത്തെ പറ്റിയൊക്കെ എന്തിനാ? അയ്യോ, നമ്മുടെ കാര്യമല്ല, വെണ്ണിലയുടെ കാര്യമാ. ഇപ്പോഴൊക്കെ ആവശ്യമില്ലാതെ കുറെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. എല്ലാ കാര്യവും എടുത്തു ചാടിയായി ചെയ്യുന്നത്. വെണ്ണിലേക്ക് എന്ത് പ്രായം കുറവാണ്. അവള് പഠിച്ചോണ്ടിരിക്കല്ലേ, ഇതിനുള്ളിൽ എന്തിനാ കല്യാണമൊക്കെ? അയ്യോ, നീ തമാശ പറയല്ലേ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമ്മുടെ വെണ്ണിലേക്ക് വെണ്ണിലേക്ക് എന്താ? വെണ്ണിലാന്ന് എന്നെ കുറിച്ച് എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എന്തിനാ നീ അവിടെ നിൽക്കുന്നേ? താഴോട്ടിറങ്ങ്, വാ. എന്തിനാ ഇങ്ങനെ തലമുടിയൊക്കെ അഴിച്ചിട്ട് പ്രേതത്തെ പോലെ നിൽക്കുന്ന? എന്തിനാന്നാ ചേട്ടൻ പറഞ്ഞോണ്ടിരുന്നെ? സൂര്യ, നീ എന്തോ പറഞ്ഞോണ്ടിരുന്നില്ലേ? എന്താ വെണ്ണില ഇങ്ങോട്ട് വന്നേ? മമ്മിയുടെ സെല്ല് റിപ്പയർ ആണെന്ന്. ചേട്ടൻ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോ ഉറങ്ങി എന്നെ വിളിച്ചുണർത്തി ഈ സെല്ല് റിപ്പയർ ചെയ്തിട്ട് വരാൻ പറഞ്ഞയച്ചു.
ഈ മൊബൈൽ ഫോൺ ശരിയാക്കുന്ന കട വല്ല അറിയാവോ? അതൊക്കെ എന്തിനാ ഇയാൾ അറിയുന്നേ? ഈ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. മൊബൈൽ കട ഇവിടെ തന്നെ ഉള്ളത്. വളരെ നന്ദിയുണ്ട്, ഞങ്ങളോട് ഇത്രയും സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ. ഇതിനൊക്കെ എന്തിനാ നന്ദി പറയുന്നേ? ആ ഫോൺ ഇങ്ങത്താ, ഞാൻ കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾ ചെല്ല്. ഞാനും ചേട്ടന്റെ കൂടെ വരാം. ശരി, പോയിട്ട് വേഗം വാ. നിങ്ങൾ പോയിക്കോ, എനിക്കൊരു ചെറിയ പണി. അമ്മേ, ഒന്ന് പെട്ടെന്ന് വരാവോ? എനിക്ക് വല്ലാതെ വിശക്കുവാണ്. എല്ലാം മേശപ്പുറത്തിരിപ്പില്ല, എടുത്ത് കഴിച്ചുകൂടി നിനക്ക്. എന്റെ ജീവൻ എന്തിനാ എടുക്കുന്നേ? എടി നീ എന്ത് വെച്ചെന്നാ? ചോറ് വെച്ചിട്ടില്ലല്ലോ, അത് നിന്നെ ഓർമ്മിപ്പിക്കണോ? അയ്യോ, ഞാൻ മറന്നുപോയി കേട്ടോ. ദേ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എടുത്ത് കഴിച്ചോളൂ കേട്ടോ, എന്റെ കൊച്ചുമോള് വന്നിരിക്കുക. എന്തായാലും കൊള്ളാം, ഭാഗ്യം. ചോറ് വെച്ചതിന് ശേഷമാ കോളിംഗ് ബില്ല് അടിച്ചേ, ഇല്ലെങ്കിൽ അതും മറന്നുപോയേനെ. പേപ്പർ ബില്ല്. നിക്കണേ. എടാ ചെറുക്ക, ഈ നേരം നോക്കിയാണോ പേപ്പറിന്റെ ബില്ല് കൊണ്ടുവരുന്നേ? കഴിക്കുന്ന കണ്ടില്ലേ? പോയിട്ട് പിന്നെ വാടാ. പോയിട്ട് വരാം. നല്ല കാര്യം, നിന്റെ അനിയത്തി വന്നില്ല, പേപ്പർ കാരനാ വന്നേ, അല്ലെങ്കിൽ അതും പ്രശ്നമായേനെ. എടാ, ആഹാരം കഴിക്കുന്ന കാണത്തില്ലേ? ദാ വലിയ മനസ്സാണ് ചേച്ചിക്ക്. എടി മോളെ, നിനക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് നിലവിളിക്കല്ലായിരുന്നു, എടുത്ത് കഴിക്കാത്ത എന്താ? ആ പേപ്പറുകാരന് കാശ് കൊടുത്തപ്പോ ബില്ല് തരാതെ നല്ല മനസ്സാണെന്ന് പറഞ്ഞു. അവൻ ആരാ? എന്താ, ആ പൈസ ഭിക്ഷ കൊടുത്തെന്നോ? അതേന്നേ. എടി വിവരം കേട്ടവളെ, ആ പേപ്പറുകാരന് കൊടുക്കാൻ വെച്ച കാശെടുത്ത് കൊടുത്തിട്ട് നീ നിന്ന് അത് വലിയ കാര്യമായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുകയാണല്ലേ? അയാളെ പോയി കണ്ടുപിടിക്കടി. ഇവിടെ എവിടെ ഉണ്ടാവാനാ? അവനിപ്പോ ഓടിക്കളഞ്ഞു കാണും, അതുകൊണ്ട്. പോയി കാണുവോ? ഗുരുവായൂരപ്പാ, ഇവളെ കൊണ്ട് ഞാൻ മടുത്തു. നോക്കിയിരിക്കാതെ സാമ്പാർ ഒഴിക്കടി. അമ്മേ, പരിപ്പ് കറിയിൽ ഉപ്പില്ല. എന്തോ നാടി കാണിച്ചു വെച്ചേക്കുന്നേ? വായിൽ വെക്കാൻ കൊള്ളത്തില്ല. ഉപ്പ് ഉപ്പ് ഉപ്പ്. അയ്യോ, പരിപ്പിനകത്ത് ഒഴിക്കേണ്ട ഉപ്പെടുത്ത് ഞാൻ പച്ചടിക്കകത്ത് ഒഴിച്ചു പോയല്ലോ. പരിപ്പും പച്ചടിയും ഒന്നിച്ചൊഴിച്ച് കഴിക്കുന്നേ. രണ്ടും കൂടെ എങ്ങനാടി ഒന്നിച്ച് കഴിക്കുന്നേ? നീ പറഞ്ഞ പോലെ നോക്കിയാ രസം, പായസം, പാല്, സാമ്പാർ ഇങ്ങനെ ഒഴിച്ചു തിന്നാലേ എന്റെ വയറേ കുടുകൂടാന്ന് വെറുത്ത് പൊട്ടിച്ചാകില്ലേടി? സാരമില്ല അച്ഛാ, അമ്മ ചുമ്മാ വഴക്ക് പറയാതെ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യുന്നേ. എന്റെ മോളെ, ഒരു ദിവസം ഒന്നും ഒരു പ്രശ്നമല്ല. 30 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാ സഹിച്ചോണ്ടിരിക്കുന്നേ. എന്റെ കൊച്ചുമോള് തന്നെയാ വന്നിരിക്കുന്നത്, നിങ്ങൾ കഴിച്ചോണ്ടിരിക്കണേ. എന്റെ പൊന്നുമോള്, ഉമ്മ ഉമ്മ. ആളൊക്കെ വളർന്നു പോയല്ലോ മോളെ, മിടുക്കിയായി കണ്ടിട്ട്. ഇതെന്താ അച്ഛാ, ഇപ്പോഴല്ലേ നമ്മൾ അവളെ കണ്ടിട്ട് വന്നേ? ഇതാണോ മാതൃസ്നേഹം? അമ്മയോടുള്ള സ്നേഹം അങ്ങ് ഒഴുകുന്ന കണ്ടില്ലേ മോളെ? എന്റെ മോള് കഴിക്കും. പോയി നോക്ക് മോളെ, ആരാ വന്നേന്ന്. ഇത് ചക്രവാണി സാറിന്റെ വീടല്ലേ? അതെ. അദ്ദേഹം അകത്തുണ്ടോ? ഉണ്ട്, അകത്തേക്ക് വാ. താങ്ക്സ്. അച്ഛാ, അച്ഛനെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. അല്ല മോനെ, നീ ആരാ? എഴുതേക്ക് എഴുതേക്ക്, മതി മതി. ഞാൻ സാറിന്റെ അനുജത്തി രാജേശ്വരിയുടെ മകനാ. എന്താ, എന്റെ അനിയത്തി രാജേശ്വരിയുടെ മകനോ? അതെ മാവ. നിന്റെ പേരെന്താ മോനെ? പേര് ഗോപി. വാ മോനെ, വാ ഇരിക്കെ. ഇവിടെ ഇരിക്കെ. രുക്മിണി, എന്റെ അനിയത്തിയുടെ മകൻ ഗോപിയാണ്. നമസ്തേ അമ്മ. ഇത് രമ്യ, എന്റെ ഇളയ മകളാ. അത് സ്വപ്ന, എന്റെ മൂത്ത മോള്. നിങ്ങളുടെ മുറച്ചെറുക്കലായത്. മോനെ, എന്റെ അനിയത്തി രാജേശ്വരിക്ക് സുഖമല്ലേ? അമ്മ ക്യാൻസർ വന്ന് മരിച്ചുപോയി. ക്യാൻസർ വന്ന് മരിച്ചു പോയെന്നോ? അതെ അമ്മാവ. ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് ജോലികൾ ചെയ്തിട്ടാ എന്നെ വളർത്തി ഈ നിലയിലാക്കിയത്. അഥവാ ഞാനെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അമ്മ വാശി പിടിച്ച് അത് തന്നെ ചെയ്യുമായിരുന്നു അമ്മാവ. അവൾ എപ്പോഴും അങ്ങനെയായിരുന്നു, ആര് പറഞ്ഞാലും കേക്കില്ല. അവളുടെ പിടിവാശിയാണ് ഞങ്ങൾ തമ്മിൽ അകലാൻ കാരണം. എന്താ സംഭവിച്ചേ? അന്ന് വീട്ടില് വെങ്കട്ടരാമൻ എന്നൊരു ഡ്രൈവറാ വണ്ടി ഓടിച്ചിരുന്നേ. രാജേശ്വരിയും ഡ്രൈവറും ഒരു ദിവസം കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു. ആ വെങ്കട്ടരാമൻ എന്നെ ചേട്ടാന്നും രാജേശ്വരി അനിയത്തിന്ന് 100 നാവിലാ വിളിച്ചോണ്ടിരുന്നേ. അങ്ങനെയുള്ള ഒരുത്തൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മക്കളെ. കലി കയറിയ ഞാൻ അവരെ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സൊക്കെ മാറ്റി. ദേഷ്യം ഒന്നിനും ഒരു പരിഹാരമല്ലാന്ന് കണ്ട് രാജേശ്വരിയെ തിരക്കി ഞാൻ നാടായ നാട് മുഴുവൻ അലഞ്ഞു നടന്നു. അങ്ങനെ വീട് കണ്ടുപിടിച്ചപ്പോഴാ ഇവന്റെ അച്ഛൻ ആക്സിഡന്റിൽ മരിച്ച വിവരം അറിയുന്നത്. ശരി, നടക്കേണ്ടതെല്ലാം നടന്നു, ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ലാന്ന് ഓർത്ത് രാജേശ്വരിയോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് രാജേശ്വരി പണ്ടേ അനുസരിക്കില്ലല്ലോ. എന്റെ ഭർത്താവ് മരിക്കാൻ കാരണം നിങ്ങളാണെന്നും പറഞ്ഞ് അവൾ എന്നെ ശപിച്ചു. അത് കേട്ടെന്റെ മനസ്സ് തകർന്നുപോയി. ഉടനെ വീട്ടിലേക്ക് തിരിച്ചു.
അതിനുശേഷം രാജേശ്വരി എവിടെയാണ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ട് അമ്മ എപ്പോഴും പറയുമായിരുന്നു നിങ്ങളോടൊക്കെ വന്ന് ക്ഷമ ചോദിക്കണമെന്ന്. ചാവുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കാണണമെന്ന് അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവസാനം വരെ അമ്മയ്ക്ക് അതിന് കഴിഞ്ഞില്ല. ഞങ്ങളെ വിട്ടു പോവുകയും ചെയ്തു. അതിന് പ്രായച്ചിത്വമായിട്ടാ എന്നെ കൊണ്ട് കഴിയുന്ന കാലത്തോളം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പറഞ്ഞു വിട്ടതാ. അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ടാ ഞാൻ അന്വേഷിച്ചു